ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് നമ്മുടെ ഐക്യൻ്റെ കഥ ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞാലോ. ഐക്യൻ്റെ ടൂറ് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കഥയും ടൂറ് കൂടിയും ഒപ്പം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം, ഒരു രസമല്ലേ. നമ്മൾ ഈ കാണുന്ന മുതലിൻ്റെ ഉടമയുടെ പേരാണ് ഇങ്വാർ കാംപ്രാഡ്. അദ്ദേഹം സ്വീഡനിലാണ് ജനിച്ചത്. 5-ാം വയസ്സിൽ നമ്മുടെ തീപ്പെട്ടിയുടെ കച്ചവടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് അങ്ങ് ക്രിസ്മസ് കാർഡ്, പെന്ന്, വിത്തുകൾ അങ്ങനെ പലതും നമ്മളെ ബൈക്കിൽ കൊണ്ടുപോയി വിറ്റാണ് നമ്മളെ മിടുക്കനായ ഇങ്വാർ ബിസിനസ് ആരംഭിച്ചത്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഐക്യയുടെ ഒരു മിനിയേച്ചർ രൂപത്തിന് അദ്ദേഹം ജീവൻ നൽകിയിരുന്നു. ആൾ നല്ല മിടുക്കനായതുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങാൻ അച്ഛനാണ് കുറച്ച് പണം നൽകി അദ്ദേഹത്തിനെ സഹായിച്ചത്. അങ്ങനെയാണ് ഐക്യ ജന്മം കൊണ്ടത്. ഐക്യ 1948 ആദ്യമായിട്ട് സ്ഥാപിച്ചത്. സ്വീഡനിൽ അദ്ദേഹം മറ്റു ഫർണിച്ചർ വിൽപ്പനക്കാർക്ക് എന്നൊരു ഭാര്യയായിരുന്നു. കാരണം ഒന്നുമല്ല, നല്ല സൂപ്പർ ഫർണിച്ചേഴ്സ് അത്യാവശ്യം വിലക്കുറവിലായിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുകച്ച് പുറത്ത് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാര്യമായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മേളകളിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ എങ്ങനെയും അദ്ദേഹം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളെല്ലാവരും നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ സപ്പോർട്ടാവുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിനെ മറ്റുള്ളവരുമായി, മറ്റ് രാജ്യക്കാരുമായി കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം സ്വന്തമായിട്ട് ഷോറൂം 1953 ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലായിരുന്നു. എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫർണിച്ചറിന് ഡാമേജ് വരും, അങ്ങനെ കുറച്ച് നഷ്ടങ്ങളുണ്ടാവും. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഒരു മോചനം നേടാന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിച്ചപ്പോഴാണ് ഇത് ഡിസ്പാൻഡിൽ ചെയ്തിട്ട് സാധനങ്ങൾ കൊടുക്കുകയും കസ്റ്റമേഴ്സ് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെയാണ് പിന്നെ ഇതൊരു ചരിത്രമായി മാറുന്നത്. ആദ്യമൊക്കെ ഐക്യയിൽ നമ്മളെ കൂൾ ഡ്രിങ്ക്സ്, കോഫി അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അദ്ദേഹം ഒരു 1960 കാലഘട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഹംഗ്രി കസ്റ്റമർ ബൈ ലെസ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നൊരു ആശയമായിരുന്നു. ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ വിശന്നിട്ട് പർച്ചേസിങ് മതിയാക്കി അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ എവിടെയെങ്കിലും പോകും. അതോടുകൂടി കച്ചവടം കുറച്ച് കുറയും. അപ്പോഴാണ് എന്താ സ്വന്തമായിട്ട് തന്നെ എന്നൊരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചുകൂടാന്നുള്ളതിനെ പറ്റി അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഐക്യൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു സൂപ്പർ റെസ്റ്റോറൻറ്റ് അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ അവിടെ നിന്ന് തന്നെ സാധനം മേടിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ച് ബാക്കിയുള്ള സമയം വീണ്ടും അവിടെ നിന്ന് തന്നെ സാധനം പിടിപ്പിക്കണ പരിപാടി അദ്ദേഹം അപ്പോഴാണ് വീണ്ടും ആരംഭിച്ചത്. പിന്നെ പടിപടിയായി പല രാജ്യങ്ങളിൽ പുതിയ സ്റ്റോറുകൾ തുടങ്ങാൻ ആരംഭിച്ച് അങ്ങനെ പേര് കേട്ടൊരു ബിസിനസ്മാനായി ഇങ്ങനെ വളർന്നു. അങ്ങനെ പറഞ്ഞ കണക്ക് ഉഷാറായിട്ട് സ്റ്റോർ നടക്കുന്നതിൻ്റെ ഇടയിലാണ് 1970 നമ്മുടെ ഐക്യയുടെ മെയിൻ ഷോപ്പിന് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. അവർ ആ തീപിടുത്തത്തിന് മിറാക്കിൾ ഫയർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നുമല്ല, അതൊരു പുതിയ തോട്ടിലേക്കുള്ള അടുത്ത ചവിട്ടുപടി മാത്രമായിരുന്നു. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയെ, തീപിടുത്തം ഉണ്ടാവുകയെ, നമ്മളെ ബിസിനസ് തകരുകയെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വീണ് പോകും. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പുതിയ ഇന്നോവേഷനായിരുന്നു. ഇതിന് ശേഷമാണ് അദ്ദേഹം സെൽഫ് സർവീസ് ഏരിയ ഉണ്ടാക്കിയത്. സ്വന്തമായി സാധനങ്ങൾ ചൂസ് ചെയ്ത് ഒരു കാഷ്യറുടെ സഹായം കൂടാതെ ബില്ലടച്ച് സാധനങ്ങൾ വീട്ടിലെത്തിച്ച് സ്വന്തമായി അസംബിൾ ചെയ്യുന്ന ഹാപ്പി കസ്റ്റമർ എന്ന പദ്ധതി. ബാക്കി കഥ കുറച്ചേരം നമുക്ക് നടന്ന് കണ്ടിട്ട് പറയാം.
ഹാപ്പി കസ്റ്റമേഴ്സ് മാത്രമല്ല കേട്ടോ, ഹാപ്പി വേൾഡ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1983 ഫോറസ്റ്റ് ഫയർ വന്ന് മലേഷ്യയിൽ 18,500 ഏക്കർ റെയിൻ ഫോറസ്റ്റ് കത്തി നശിച്ചപ്പോൾ സോ എ സീഡ് എന്ന പദ്ധതിയുമായിട്ട് ഐക്യം മുന്നോട്ട് വന്നത്. അങ്ങനെ അവരെ കൊണ്ട് പറ്റാവുന്നത്ര 12,500 ഏക്കറോളം അവർ ഫോറസ്റ്റ് റീപ്ലാന്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ നല്ലൊരു റെയിൻ ഫോറസ്റ്റ് റീജനറേറ്റ് ചെയ്യാനും ഐക്യ മുൻകൈയെടുത്തു. അങ്ങനെ ഐക്യയുടെ കഥയും സ്റ്റോറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റോറീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു ഓൺ അനദർ വീഡിയോ. ബൈ.